ശ്രേയസ് ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഗുഡ് ലക്ക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും അഹല്യ ഹോസ്പിറ്റലും സംയുക്തമായി നടത്തുന്ന സൗജന്യ നേത്ര പരിശോധന ക്യാമ്പിന്റെ മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ടാണ്. ഭയങ്കര പാക്കടപ്പുറായ മാടഞ്ചിന SULP സ്കൂളിന്റെ വെച്ചാണ് ഈ ഒരു ക്യാമ്പ് നടക്കുന്നത്. അപ്പോൾ ഈ നാട്ടിലുള്ള എല്ലാ സഹപ്രവർത്തകരും കൂടി ചേർന്നുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു പരിപാടിയുടെ കണ്ടന്റ് ചെയ്തിട്ടുള്ളത്. നാട്ടിലുള്ള എല്ലാ ഒട്ടുമിക്ക ആളുകളും ഈ ഒരു ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസുകൾ നമുക്ക് അകത്ത് ചെന്ന് തന്നെ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടെയുള്ള വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളോടും കണ്ണു പരിശോധിക്കാൻ വന്ന ആളുകളുടെയും അഭിപ്രായങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഗുഡ് ലക്ക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രസിഡന്റാണ് ഇപ്പോൾ നമ്മൾ ഒപ്പം നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്യാമ്പിനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാൻ സാറെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹപ്രവർത്തകരെ, അഹല്യ കണ്ണാശുപത്രിയായിട്ട് സഹകരിച്ചുകൊണ്ട് ഗുഡ് ലക്ക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ചിട്ടുള്ള കണ്ണ് പരിശോധന, നേത്ര പരിശോധനയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൃത്യം 20 വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊടുത്ത ഒരു ക്ലബ്ബ്, ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി രൂപം കൊടുത്ത ഒരു ക്ലബ്ബാണ് ഈ ഗുഡ് ലക്ക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയുന്നത്. ജീവകാരുണ്യ മേഖലകളിലും മറ്റ് സാംസ്കാരിക മേഖലകളിലൊക്കെ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു ക്ലബ്ബാണ്. സൗജന്യ വീട് അതേപോലുള്ള മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് 20 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഈ നേത്ര പരിശോധന, അതില് ഇപ്പോ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഏകദേശം 100-ലധികം ആളുകൾ ഇവിടെ പരിശോധന നടത്തി. കുറെ ആളുകൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടി. ഇനിയിപ്പോ കുറെ ആളുകൾ ഇപ്പോ ഇവിടെ പരിശോധനയ്ക്ക് ടോക്കൺ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ജീവകാരുണ്യ മേഖലകളിലേക്ക് എല്ലാ ആളുകളെയും എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ ഈ ക്ലബ്ബ് ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇനിയും വരുന്ന തലമുറക്ക് ഇത്രയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സന്മനസ്സും ഇതിൽ നിന്ന് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. ഈ ക്യാമ്പിന്റെ വിശദാംശങ്ങൾ നമുക്ക് കാരണന്മാരായുള്ള ആൾക്കാരോട് നമുക്ക് ചോദിക്കാം. അപ്പോൾ കാക്ക, നിങ്ങൾക്ക് എന്താണ് ഈ ക്യാമ്പിനെ കുറിച്ച് അഭിപ്രായം? എന്താണ് ഇതിനെ പറ്റി അഭിപ്രായമാരായിട്ട് പണ്ട് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പിന്നെ ഒരു ക്ലബിന് വരാനൊന്നുമില്ലല്ലോ. ഉണ്ടായിട്ടില്ല. ഈ ക്യാമ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ക്യാമ്പിനെ കുറിച്ച് ഇത് നല്ലൊരു കാര്യമാണ്. എല്ലാവർക്കും ഒരു കണ്ണിന്റെ എല്ലാ ഇതും നോക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് നല്ല കാര്യമില്ലേ? അത് ഏറ്റവും നന്നായിട്ടുണ്ടെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ക്യാമ്പിനെ പറ്റി ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഉപകാരം കിട്ടുന്ന പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഗുഡ് ലക്ക് ക്ലബ്ബ് ഇതുപോലത്തെ നല്ല പരിപാടിയുമായിട്ട് മുന്നോട്ട് വരും. ഈ ക്യാമ്പ് ഇനിയും തുടർന്ന് ഇതുപോലത്തെ ഒരുപാട് പരിപാടികളായിട്ട് ഗുഡ് ലക്ക് ക്ലബ്ബ് മുന്നോട്ട് വരും. ഈ ക്യാമ്പ് വളരെയധികം ഉഷാറാണ്. നിങ്ങളെ ക്ലബ്ബ് തുറന്നുകൊണ്ട് നമുക്ക് ജനങ്ങൾക്ക് വളരെയധികം ഉപകാരം ചെയ്തു. ഇന്നെ പരിശോധിച്ചു, ഡോക്ടർ പരിശോധിച്ചപ്പോൾ അക്ഷരം വായിക്കാൻ പറഞ്ഞു. കണ്ണാട വെച്ചിട്ട് ചില്ല് ഓരോന്നും മാറ്റി വെച്ചു. ക്യാമ്പിനെ പറ്റി നമുക്ക് പറയാച്ചാൽ നല്ലൊരു കാര്യങ്ങളാണ്, നല്ല പ്രവർത്തനമാണ്. നമ്മളെ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഈ മാടഞ്ചന ഏരിയയിൽ തന്നെ ഏറ്റവും നല്ലൊരു ക്ലബ്ബാണ്. എല്ലാ സഹായങ്ങളും സാധനങ്ങളൊക്കെ നമ്മുടെ ഗുഡ് ലക്ക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന മഹത്തായൊരു ക്ലബ്ബ് ഇന്ന് ഏകദേശം 20 വർഷത്തോളമാണ്. ചിറ്റൂരിൻ്റെ ചരിത്രത്തിൽ തന്നെ പകരം വെക്കാനില്ലാത്ത ജനസേവന കാരുണ്യ പ്രവർത്തനങ്ങളും മറ്റു ക്ലബ്ബുകളെക്കാൾ ഏറെ മുൻപന്തിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ ഗുഡ് ലക്ക് ചിറ്റൂരിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കൂടി ഇന്ന് രചിക്കുകയാണ്. സൗജന്യ നേത്ര പരിശോധന ക്യാമ്പിൽ വളരെ ഭംഗിയായി തന്നെ നടത്താൻ ഈ ക്ലബിന് സാധിച്ചു. അതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു അത്താണിയായിക്കൊണ്ട് ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ആശിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. ക്ലബിന്റെ ഭാരവാഹികളായ ഹംസക്കോയ ശശിയേട്ടൻ കൂടിയാണ്. നമുക്ക് ഈ ക്യാമ്പിനെ കുറിച്ച് ഹംസക്കോയക്കാരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഇത്ര സമയത്തിനുള്ളിൽ ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറോളമായി ഉണ്ടാവും. 3 മണിക്കൂറോളമായി ഉണ്ടാവും. അപ്പോൾ ഈ 3 മണിക്കൂറിനുള്ളിൽ നമ്മൾ എത്ര ആളുകൾ ഇവിടെ നിന്ന് രജിസ്റ്റർ ചെയ്ത് പരിശോധിച്ച് ഉണ്ടാവും? ഏകദേശം ഇപ്പോൾ 150ഓളം ആളുകൾ ഇവിടെ പങ്കെടുത്ത് കഴിഞ്ഞു. തൽക്കാലം നമ്മൾ രജിസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കണം. കാരണം ആളുകൾ കൂടുതൽ കുറച്ച് വെയിറ്റിംഗ് ആയതുകൊണ്ട്. കാരണം മറ്റുള്ള ക്യാമ്പിൻ്റെ മാതിരിയല്ല. നേത്ര ക്യാമ്പെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ച് സമയം എടുക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നല്ല സേവനമുള്ള ഡോക്ടേഴ്സാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്.
അപ്പോൾ അത്യാവശ്യം ട്രീറ്റ്മെൻറ്റൊക്കെ നല്ല കാര്യത്തിൽ പോകണം. അപ്പോൾ ആ സമയങ്ങൾ കണക്കാക്കിയിട്ട് നമ്മൾ ആളുകളെ കുറച്ച് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നു. ആളുകൾ അധികം ഇങ്ങനെ വെയിറ്റിങ്ങിലൊക്കെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. സംസാരിച്ചിട്ട് നമ്മൾ ഈ സമയം അധികം നീട്ടാൻ പറ്റുമോ നോക്കുന്നുണ്ട്. അതൊന്നും ഉറപ്പ് വരുത്തിയിട്ടില്ല. കാരണം ഓല അതും കൂടി കണക്കെടുക്കുന്നത് നമ്മൾ സമയങ്ങൾ പോലെ നമുക്ക് തന്നത് 9:30 മുതൽ 12:30 വരെയാണ്. 12:00 നമ്മൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്നു. അപ്പോൾ നമ്മളവരായിട്ട് സംസാരിക്കുന്നുണ്ട്. ഒന്നും കൂടി ആളുകൾ ഇനി വരികയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും നീട്ടി കിട്ടുമോ എന്നുള്ളത്. ഇങ്ങനത്തെ ക്യാമ്പുകളൊക്കെ നമ്മൾ ഇവിടെ നാട്ടിൽ നടക്കേണ്ടത്. അപ്പോൾ കുട്ടികളെ കുറിച്ച് നമ്മളിവിടെ നാട്ടിലാർക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് 20 വർഷത്തോളം കഴിഞ്ഞു നമ്മൾ ഈ കുട്ടികളൊക്കെ ഇവിടെ ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ നാട്ടിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട്. ഇനി നമുക്ക് നമ്മുടെ ക്ലബിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ശശിയേട്ടനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ശശിയേട്ടാ, അപ്പോൾ നമ്മൾ ഈ ക്യാമ്പ് തുടങ്ങി 3 മണിക്കൂർ ആയി. അദ്ദേഹം പറഞ്ഞ പോലെ ഒരു 100-ന് മുകളിലുള്ള ആൾക്കാർ വന്ന് അത് നിങ്ങൾ പരിശോധിച്ചിട്ട് പോകും. എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ ക്യാമ്പിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളും? ഞാൻ ക്യാമ്പിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഈ ക്ലബ് ഇവിടെ രൂപീകരിക്കാനുണ്ടായ കാരണം ഇവിടെ ഒരുപാട് പ്രതിരോധം പല രീതിയിൽ സഹായത്തിനും ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയിലെത്തിയപ്പോൾ കുറച്ച് ചെറുപ്പക്കാർ 2007 എടുത്തൊരു തീരുമാനമാണ് ഒരു ക്ലബിനത് സ്പോർട്സ് പരമായിട്ടും പിന്നെ ഹെൽത്ത് പരമായിട്ടൊക്കെ ഒരു ഹോസ്പിറ്റലിലൊക്കെ ബന്ധപ്പെട്ട് സഹായം ചെയ്യാൻ നല്ലൊരു തീരുമാനത്തിൽ രാത്രി സ്കൂളിൻ്റെ ഒരു പാറപ്പുറത്തിരുന്ന് നെയ്ത്തിൻ്റെ വെച്ചിട്ട് ഇരുന്നുകൊണ്ട് രൂപീകരിച്ചാണ്. അതിൻ്റെ എന്ന പേര് തന്നെ നമ്മളൊരു ഒറ്റ പ്രവാസി മന്ത്രിയുമായ അബ്ബാസാണ് പേര് നൽകിയത്. അതിപ്പോൾ തുടങ്ങിയിട്ടിപ്പം 21 വർഷത്തിലേക്ക് കിടക്കാണ് ക്ലബ് രൂപീകരിച്ചത്. 21 വർഷത്തിൻ്റെ അനുബന്ധിച്ചാണ് എല്ലാ ഹോസ്പിറ്റലും ഉള്ളൊക്കെ കൂടി ചേർന്ന് സംയുക്തമായിട്ട് ഒരു നേത്ര പ്രഖ്യാപിക്കാൻ നടത്താൻ തീരുമാനിച്ചു. അത് പിന്നെ ഇവിടെ വളരെ ഭംഗിയായി 200ഓളം പേരിന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അവർ സമയം തരികയാണെങ്കിൽ ഇനിയും ആളുകൾ വരികയാണെങ്കിൽ ഞങ്ങൾ ഇനിയും സഹകരിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തും. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തതിൽ ഒരു കോർഡിനേറ്ററാണ്. ഈ ക്യാമ്പിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഈ ഗുഡ് ലക്ക് ആർട്സ് ആൻഡ് ക്ലബ്ബ് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ക്യാമ്പ് നമുക്ക് വേണ്ടിയിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ആദ്യം എത്തിയപ്പോൾ തന്നെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒരുപാട് പ്രോഗ്രാമുകൾ ഇവരുമായിട്ട് സംയുക്തമായിട്ട് ചെയ്യാൻ നമ്മൾ ഇനിയും താല്പര്യം നമ്മളുണ്ട്. നല്ല രീതിയിൽ തന്നെ ഈ പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുണ്ട്. താങ്ക് യു ടീം ഗുഡ് ലക്ക്. നമ്മുടെ ഡോക്ടറാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ഈ ഡോക്ടറുടെ അടുത്ത് തന്നെ നമുക്ക് മറ്റു വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നല്ല കോർഡിനേഷൻ ഉള്ള ടീമാണ്. ഇത്രയും പേര് പൊതുവെ ക്യാമ്പിന് ഉണ്ടാവാറില്ല. അത്രയും മെമ്പേഴ്സ്, ഇത്രയും പേഷ്യൻസ് നമുക്ക് ഉണ്ടാവാറില്ല. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്യാമ്പ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റെല്ലാവരുടെയും അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാമ്പിനോട് സഹകരിച്ച അഹല്യ ഹോസ്പിറ്റലിന് പ്രത്യേകം നന്ദി പറയുന്നു. ഗുഡ് ലക്ക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനോടും നന്ദി പറയുന്നു. ഇതുപോലത്തെ ഒരുപാട് ക്യാമ്പുകളും മറ്റു പ്രോഗ്രാംസും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഇതുപോലത്തെ ക്യാമ്പുകൾ ഇനിയും തുടരണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഗുഡ് ലക്ക് ക്ലബിനോടും ക്ലബ്ബുകളോടും. അപ്പോൾ ഓക്കെ.